കണ്ണൂർ താവക്കരയിൽ തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം റോഡിന് തടസ്സമാകുന്നു. ലക്ഷങ്ങൾ മുടക്കി റോഡ് നിർമ്മിച്ചെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിൽ നാട്ടുകാർ ബസ് തടഞ്ഞതോടെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് സ്ഥലത്തെത്തി. പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ച കെട്ടിട ഭാഗം പൊളിക്കണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പിറകുവശത്തായി തോടിനു മുകളിലാണ് ഒരു ഭാഗത്ത് കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചും മറുഭാഗത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ചും സ്ലാബ് പാകി റോഡ് നിർമ്മിച്ചത്. ഇതിന് ഇടയിലാണ് റോഡിന് തടസ്സമായി കെട്ടിടം പണിതത്. C. സമീർ കൗൺസിലറായിരുന്ന കാലത്താണ് തോടിനു മുകളിൽ സ്ലാബിട്ട് കോർപ്പറേഷൻ ഇവിടെ റോഡ് പണിതത്. തോടിനു മുകളിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് തടഞ്ഞു. നാട്ടുകാർ ബസ് തടയുന്നതറിഞ്ഞ് സ്ഥലത്തെത്തിയ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, മുൻ MLA TV രാജേഷ്, OK വിനീഷ് എന്നിവരും നാട്ടുകാർക്കൊപ്പം റോഡ് സന്ദർശിച്ചു. നഗ്നമായ കയ്യേറ്റമാണ് ഇവിടെ നടന്നതെന്ന് KK രാഗേഷ് പറഞ്ഞു. സ്വാഭാവികമായി ജലം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള തോടാണിത്. ആ തോടാണ് ഇവിടെ കയ്യേറിയിട്ടുള്ളത്. വാസ്തവത്തിൽ ആ തോടിൻ്റെ മേലെയുടെ സ്ലാബിട്ട് ആ സ്ലാബിലൂടെ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള റോഡിലെത്താൻ വേണ്ടി കഴിയുന്ന ഒരു വഴിയാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2024 ജനുവരി മാസം ഇത് പൊളിച്ചു നീക്കാനുള്ള ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ട് പൊളിച്ചു നീക്കിയില്ല? അങ്ങനെ പൊളിച്ചു നീക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ ആരാണ്? കോർപ്പറേഷൻ്റെ അധികാരികൾ ആരാണ്? ബന്ധപ്പെട്ടവർ ഉത്തരം പറയട്ടെ. വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. നാട്ടുകാർ പോകുന്ന റോഡ് മുഴുവൻ വഴി മുഴുവൻ കയ്യേറുക. സാധാരണ നിലയിൽ റോഡ് കഴിഞ്ഞ് 3 മീറ്ററും കഴിഞ്ഞിട്ട് മാത്രമല്ലേ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് റോഡ് കയ്യേറിയിട്ട് സ്ഥലം കയ്യേറിയിട്ടാണ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതി നൽകിയിട്ടും കോർപ്പറേഷൻ നടപടി എടുത്തില്ലെന്ന് നാട്ടുകാരും ആരോപിച്ചു. 15 വർഷമായിട്ട് KK ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഇത് കയ്യേറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സമരങ്ങളും നിരവധി പെറ്റീഷനുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാം സ്വാധീനിക്കാവുന്ന ആൾക്കാരെല്ലാം സ്വാധീനിച്ചുകൊണ്ട് ഇവർ ഇത് നിരന്തരം ഇത് തുടരുകയായിരുന്നു. ഇവർ വക്കീലിനെ വെച്ചു, നമ്മുടെ ഭാഗത്തുനിന്നും വക്കീലുണ്ടായിരുന്നു. പക്ഷേ ഇവർ കാര്യങ്ങൾ നീട്ടി കഴിഞ്ഞ് 15 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുനടക്കും. ഇത് ഞങ്ങൾ ഇപ്പോൾ കടന്നപ്പള്ളീൻ്റെ ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി. അവിടുന്ന് ഇപ്പുറത്തേക്കും സ്ലാബ് കോർപ്പറേഷൻ്റെ വകയും ഉള്ള ഫണ്ടും കൂടി ചിലവാക്കി ഞങ്ങൾ ഇവിടം വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്നും നീങ്ങുന്നില്ല. അവർ വേണ്ടുന്ന വക്കീലുമാരെല്ലാം വെച്ചിട്ട് നീട്ടി പിടിക്കുമായിരുന്നു. എല്ലാ തരത്തിലുള്ള പെറ്റീഷനുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എത്രയോ ചെയർമാൻമാരൊക്കെ ഉണ്ട്, എത്രയോ മേയർമാരൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ വഴി ശരിയാകുന്നില്ല. കടന്നപ്പള്ളീൻ്റെ ഇത് ധനസഹായത്തോടെയാണ് ഈ സ്ലാബിലാക്കിയത്. പക്ഷേ ഈ നടുക്കുള്ള ഈ ബിൽഡിംഗ് പൊളിക്കാണ്ട് നമുക്ക് വഴി കിട്ടൂല. ഈ ഒരൊറ്റ ബിൽഡിംഗ് അപ്പുറം ഇപ്പുറം എല്ലാം സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സ്ഥലം ഇതിന്റെ സ്ലാബിന്റെ മുകളിലുള്ളത്. ഇതെങ്ങനെ ഇവർക്ക് കെട്ടാനുള്ള അനുവാദം കൊടുത്തു? ഇതെങ്ങനെ ഇവർക്ക് കെട്ടാനുള്ള ആര് കൊടുത്തു? KK രാഗേഷ് വിളിച്ചതനുസരിച്ച് കോർപ്പറേഷൻ സെക്രട്ടറി ബിനു C. കുഞ്ഞപ്പൻ സ്ഥലത്തെത്തി. ഇവിടെ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. കോർപ്പറേഷൻ ഭരിക്കുന്നവർക്ക് വേറെ എന്താ താല്പര്യമുണ്ടോ? ആ താല്പര്യമല്ല ഇവിടെ. അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങളിത് പൊളിക്കാനുള്ള നടപടി സ്വീകരിക്കണം. KK ബിൽഡേഴ്സാണ് ഇത് കയ്യേറിയിട്ടുള്ളത്. അത് ആരായാലും ശരി അവരോട് പറയുക. കേസിന് പോയിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ നീക്കമെങ്കിൽ നാട്ടുകാർ കയറി ഇത് പൊളിക്കും. അതിൻ്റെ പേര് കേസല്ല, എന്ത് കേസുണ്ടാകും ഞങ്ങൾ ഏറ്റെടുക്കും. കോർപ്പറേഷനെയാണ്. അപ്പോൾ പിന്നെ വേറെ നോക്കാനില്ലല്ലോ. വേറെ നോക്കാൻ നിങ്ങൾ വേഗം പൊളിച്ചോളൂ.
തോടിന്റെ മുകൾ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കിട്ടിയത് എങ്ങനെ എന്ന ചോദ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഈ തോടിന്റെ ഒരു വശം കന്റോൺമെന്റ് ബോർഡിൻ്റെതാണ്, മറുവശം കോർപ്പറേഷൻ്റേതും. കന്റോൺമെന്റ് ബോർഡിന്റെ ഭാഗത്തുള്ള നിർമ്മാണങ്ങളൊക്കെ കന്റോൺമെന്റ് ബോർഡ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു വഴിയും കാണാം. മറുവശത്താണ് ഈ കെട്ടിടമുള്ളത്. ഇത് പൊളിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.